ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡി സി മെഷീൻസ് ആണ്. അപ്പോൾ ഡി സി മെഷീൻസിൻ്റെ ആർമേച്ചർ റിയാക്ഷൻ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ആർമേച്ചർ റിയാക്ഷൻ എന്താണെന്നും അവിടെ വരുന്ന എഫക്റ്റുകളും നമ്മൾ ജനറേറ്ററും മോട്ടോർ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി അതിൻ്റെ ഒരു ഗ്രാഫ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാനുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാനായിട്ട് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ആർമേച്ചർ റിയാക്ഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഹെഡിങ് കൊടുക്കുക, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആർമേച്ചർ റിയാക്ഷൻ. ആർമേച്ചർ റിയാക്ഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ രണ്ട് പൂൾസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് പൂൾസിനെ നമുക്ക് നോക്കാം. ഓക്കെ, രണ്ട് മൂന്ന് ഗ്രാഫാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്ച്വലി. അപ്പം ഗ്രാഫുകൾ എങ്ങനെയാണ് വരുന്നത്, എന്താണ് അതിൻ്റെ പ്രോസസ്സ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. Okay, we are considering two poles. രണ്ട് പോൾസ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആക്സിസ് ലൈനുകളും നമുക്ക് ഡ്രോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, ഒരു പോള് അല്ലെങ്കിൽ ഒരു പോളിൻ്റെ അകത്ത് നമ്മൾ വരുന്ന ആക്സിസുകളെ കുറിച്ച് നമുക്കറിയാം അല്ലേ. നമുക്ക് രണ്ട് ആക്സിസുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അതിലൊന്ന് ഡി ആക്സിസും മറ്റൊന്ന് ക്യൂ ആക്സിസുമാണ്. ശരിയല്ലേ? ഒന്ന് ഡി ആക്സിസും മറ്റൊന്ന് ക്യൂ ആക്സിസുമാണ്. അപ്പോൾ ഈ ക്യൂ ആക്സിസ് നമ്മൾ ഈ പോൾസുമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ, പോൾസിൻ്റെ അലോങ് ആയിട്ട് ലൈ ചെയ്യുന്ന ലൈൻ, അതായത് ലൈൻ ഗോയിങ് അലോങ് ദ പ്ലെയിൻ. ഓക്കെ, പ്ലെയിനിൻ്റെ അലോങ് ആയിട്ട് ലൈ ചെയ്യുന്ന ലൈനും അതുപോലെ തന്നെ പോളിൻ്റെ ബിറ്റ്വീനായിട്ട് ലൈ ചെയ്യുന്ന ലൈനും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ദ ലൈൻ, അപ്പോൾ എഴുതുക ദ ലൈൻ അലോങ് ദ പോൾസ്. പോൾസിലെ അല്ലെങ്കിൽ ദ ലൈൻ ലൈങ് അലോങ് ദ പോൾസാണ് നമ്മുടെ ഡി ആക്സിസും, അതുപോലെ ദ ലൈൻ ബിറ്റ്വീൻ ദ പോൾസ് ആണ് നമ്മൾ ക്യൂ ആക്സിസ് എടുക്കുന്നത്. സോ ലൈൻ അലോങ് ദ പോൾസ് ആയി ഇത് ഡി ആക്സിസ്, ഇത് ഡി ആക്സിസ്. പോൾസിൻ്റെ ബിറ്റ്വീനായി ദിസ് വിൽ ബി ക്യൂ ആക്സിസ്, ദിസ് വിൽ ബി ക്യൂ ആക്സിസ്. ഓക്കെ, ഈ രണ്ട് സൈഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ബ്രഷസ് ആണ്. അപ്പോൾ ഇത് ആക്ച്വലി ഇതും ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഓക്കെ, ഇതും ക്യൂ ആക്സിസ് ആണ്. ഓക്കെ, നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യേണ്ടതുകൊണ്ടാണ് നമ്മളത് വരച്ചിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള കണ്ടിന്യൂഷൻ തന്നെയാണ് ഇതും. ഓക്കെ, സോ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഇത്രയാണ് നമുക്കറിയാനുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ നോർത്ത് പോളും, ഇത് നമ്മുടെ നോർത്ത് പോളും, ഇത് നമ്മുടെ സൗത്ത് പോളുമാണ്. നമ്മളതിൻ്റെ താഴെ അതിൻ്റെ കണ്ടക്ടേഴ്സിൻ്റെ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ലൈൻസ് ലൈക്ക് ദിസ്. We have already drawn the conductors as നമ്മുടെ നോർത്ത് പോളിൻ്റെ അടിയിലുള്ളത് നമ്മൾ ക്രോസ് എന്നും സൗത്ത് പോളിൻ്റെ അടിയിലുള്ള ഡോട്ട് എന്നുമാണ് മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അത് തന്നെ ചെയ്യുക. ഇതെല്ലാം ക്രോസുകളാണ്. ക്രോസുകൾ ഇൻ ദ സെൻസ് നമുക്കറിയാം, ക്രോസും ഡോട്ടും ഓൾറെഡി അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതാണ്. ക്രോസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻ ടു ദ പ്ലെയിനും, ഡോട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഔട്ട് ഓഫ് ദ പ്ലെയിനുമാണ് അല്ലേ. അപ്പോൾ അത് നമുക്കറിയാം എന്ന് വിചാരിക്കുന്നു. അതൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാം ഡിസ്കസ്ഡ് ആണ്. ഓക്കെ, സോ അതാണ് അതിൻ്റെ കാര്യം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്ലക്സ്. നമുക്ക് രണ്ട് ഗ്രാഫാണ് വരയ്ക്കാനുള്ളത് മെയിനായിട്ട്. ആ രണ്ട് ഗ്രാഫുകളെന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റീൻ്റെ ഗ്രാഫും പിന്നെ MMFൻ്റെ ഗ്രാഫുമാണ്. അപ്പോൾ ഇതിൽ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്കിവിടെ അനലൈസ് ചെയ്യാം.
ഓക്കെ, വി ആർ പ്ലോട്ടിങ് ബി വീസസ് തീറ്റ. അത് ഫ്ലക്സ് ഡെൻസിറ്റിയാണ് ബി വീസസ് തീറ്റ. ബി വീസസ് തീറ്റയാണ് നമ്മൾ ഒരു ഗ്രാഫായിട്ട് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ബി വീസസ് തീറ്റ എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യം നമുക്കറിയണം. അതായത് വി ഓൾറെഡി നോ ദാറ്റ് നമ്മുടെ ഗ്രാഫിൽ നമുക്കറിയാം ഇതാണ് നിങ്ങളുടെ ഫീൽഡ് ആക്സിസ്. ഓക്കെ, അത് എഫ് എഫ് എന്ന് പറയാം നമ്മളിപ്പോൾ തൽക്കാലം അത് ബി എഫ് ഫീൽഡ് ആക്സിസ്, ഇതാണ് നമ്മുടെ ഡി ആക്സിസ്. ഓക്കെ, അപ്പം ഇത് ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ലൈക്ക് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ അറേഞ്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലുള്ള ഗ്രാഫ്, അതായത് ഡി ആക്സിസിൻ്റെ അടിയിലുള്ള ഗ്രാഫ്, ഡി ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ പോളിൻ്റെ അടിയിലുള്ള ഗ്രാഫ് ഇതാണല്ലോ ഡി ആക്സിസ്, ശരിയല്ലേ? ഈ ഡി ആക്സിസിൻ്റെ അടിയിലുള്ള ഗ്രാഫ് എങ്ങനെ വരും എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ അടിയിൽ ഇതാണല്ലോ നമ്മുടെ എയർ ഗ്യാപ്പ്, ഇതാണ് നമ്മുടെ എയർ ഗ്യാപ്പ് ജി. ഈ എയർ ഗ്യാപ്പ് ഈ പോൾസിൻ്റെ ഈ അടിയിൽ എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. പോൾസ് വിട്ട് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എന്താണ് നോൺ യൂണിഫോം എയർ ഗ്യാപ്പാണ്. ഓക്കെ, അതിൻ്റെ എഫക്റ്റ് പിന്നെ വരും. അപ്പോൾ ഇവിടെ ഈക്വൽ എയർ ഗ്യാപ്പ് അല്ലെങ്കിൽ എയർ ഗ്യാപ്പ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദാറ്റ് നമ്മളൊരു ആർക്ക് ഷേപ്പ്ഡ് പോൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ ബി വീസസ് തീറ്റ എയർ ഗ്യാപ്പ് കോൺസ്റ്റൻ്റ് ആവുന്ന സമയത്ത് എങ്ങനത്തെ ഗ്രാഫാണ് ഉണ്ടാവുക? ഇറ്റ് വിൽ ബി എ ഫ്ലാറ്റ് ടോപ്പ്ഡ് ഗ്രാഫ്. ചിലൊരു ഫ്ലാറ്റ് ടോപ്പ്ഡ് ഗ്രാഫാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ആദ്യം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കാനാണ് നമ്മളിവിടെ പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഇത് നമ്മുടെ ഒരു ബി എഫ് എടുക്കുകയാണെങ്കിൽ നമ്മളെ ഡി ആക്സിസിൻ്റെ എലോങ് നമ്മൾ ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ എലോങ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ വി വിൽ ബി ഹാവിങ് നമ്മൾ ഈ ക്യൂ ആക്സിസുമായിട്ട് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പറയാം ഇത് അഡ്ജസൻ്റായ ബി കോസ് 90, അതായത് 0, ഇങ്ങോട്ടേക്ക് വരും ബി സൈൻ 90 1. ഓക്കെ, അപ്പോൾ അഡ്ജസൻറ്റ് സൈഡായ ബി കോസ് 90 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നോക്കുക, ഇല്ലെങ്കിൽ മനസ്സിലാക്കുക 0 എന്നാണ് നമ്മൾ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പോൾസിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും എയർ ഗ്യാപ്പ് എന്തായി? യൂണിഫോമായി, ശരിയല്ലേ? ഇവിടെ എയർ ഗ്യാപ്പ് യൂണിഫോമായി. പിന്നെയും നമ്മൾ എയർ ഗ്യാപ്പ് താഴേക്ക് വന്നു. പിന്നെ ഇതാ ഇവിടെ ഒരു ലൈൻ ഉണ്ടാവും. പിന്നെ we have reached here, then constant, then again goes to here, then it goes here. Okay, അപ്പം ഈ ഒരു തരത്തിലുള്ള ഫ്ലാറ്റ് ടോപ്പ്ഡ് ഗ്രാഫാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. ഓക്കെ, ഒരു ഫ്ലാറ്റ് ടോപ്പ്ഡ് ഗ്രാഫാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക ഇൻ ദ കേസ് ഓഫ് യുവർ ഫ്ലക്സ് ഡെൻസിറ്റി. ഇങ്ങനെ വരയ്ക്കുന്ന ഗ്രാഫിന് പറയുന്നത് ഫ്ലാറ്റ് ടോപ്പ്ഡ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ബി എഫ് വീസസ് തീറ്റ അല്ലെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റി വീസസ് തീറ്റ ഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഫ്ലാറ്റ് ടോപ്പ്ഡ്. ഓക്കെ, ഇത് ബി എഫ് ആണ്. അപ്പം ബി എഫ് ഫ്ലക്സ് ഡെൻസിറ്റി വീസസ് തീറ്റ ഗ്രാഫ് വിൽ ബി എ ഫ്ലാറ്റ് ടോപ്പ്ഡ്. അത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്കറിയാം നമുക്കിനി അടുത്തത് ആർമേച്ചർ റിയാക്ഷൻ്റെ ഗ്രാഫാണ് വരയ്ക്കാനുള്ളത്. അതാണ് വി ഹാവ് ടു ഡ്രോ ഡൗൺവേർഡ്സ്. ഓക്കെ, നമ്മൾ താഴെ വരയ്ക്കാൻ പോകുന്നത് ആർമേച്ചർ റിയാക്ഷൻ വീസസ് തീറ്റ ഗ്രാഫാണ്. എഫ് എ ആർ, ആർമേച്ചർ റിയാക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന എഫ് എ ആർ. ഓക്കെ, അല്ലെങ്കിൽ ആർമേച്ചർ എം എം എഫ് നമ്മൾ എഫ് എ ആർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എഫ് എ ആറിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ എം എം എഫിൻ്റെ സഹായം തേടുന്നുണ്ട്. അതായത് വി നോ ദാറ്റ് നമ്മുടെ എം എം എഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആംബിയേഴ്സ് ലോ പ്രകാരം എം എം എഫ് വിൽ ബി കറണ്ട് എൻക്ലോസ്ഡ്, ശരിയല്ലേ? എം എം എഫ് വിൽ ബി കറണ്ട് എൻക്ലോസ്ഡ്, അതായത് ഇന്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ഐ, ആംബിയേഴ്സ് ലോ. എന്തിന് ഈക്വൽ ആണെന്ന് നമുക്കറിയാം? കറണ്ട് എൻക്ലോസ്ഡ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പം ഈ വി ആർ ഹാവിങ് ഈ ലെങ്ത്ത് അല്ലെങ്കിൽ ആ എയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ആണ്. ഓക്കെ, 2 ടൈംസ് എന്ന് പറയുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 2 എയർ ഗ്യാപ്പ്, 2 സൈഡിലെ എയർ ഗ്യാപ്പ് 2g, പിന്നെ h ഈക്വൽ ടു കറണ്ട് എൻക്ലോസ്ഡ്. ഓക്കെ, അപ്പോൾ h ഇൻറ്റു ജി എന്ന് പറയുന്നത് കറണ്ട് എൻക്ലോസ്ഡ് ബൈ 2 ആണ്. h ഇൻറ്റു ജി എന്ന് പറയുന്ന സാധനം ആക്ച്വലി എം എം എഫ് ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞതാണ്, ഈ എം എം എഫ് ആണ് ഈ കറണ്ട് എൻക്ലോസ്ഡ്. സോ എം എം എഫ് വിൽ ബി കറണ്ട് എൻക്ലോസ്ഡ് ബൈ 2. ഓക്കെ, അപ്പം 2 ഈക്വൽ പാർട്സ് ആയിട്ടായിരിക്കും എം എം എഫ് ഡിവൈഡ് ചെയ്യാമെന്ന് പറയാൻ വേണ്ടി കാണിച്ചതെന്നാണ്. നിങ്ങൾ മനസ്സിലാക്കുക, എന്തെങ്കിലും കുഴപ്പമില്ല, ഗ്രാഫ് പഠിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്,
അതായത് നമ്മുടെ എച്ച് എന്ന് പറയുന്നത് MMF ബൈ എയർ ഗ്യാപ്പാണ്. ഓക്കെ, MMFനെയാണ് ഇവിടെ എഫ് എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ എയർ ഗ്യാപ്പ്. ഓക്കെ, സിമിലർലി ബി നമുക്കറിയാം, ബി ഈക്വൽ ടു μ0 ഇൻറ്റു എച്ച്, അതായത് μ0 ഇൻറ്റു എഫ് ബൈ ജി. ഈ റിലേഷനുകൾ അറിയണം. എയർ ഗ്യാപ്പും MMFും, എയർ ഗ്യാപ്പും നമ്മുടെ എച്ചും ബിയും തമ്മിലുള്ള റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇതെന്തിനാണ് പറഞ്ഞു വെച്ചാൽ ഹാഫ് ഐ ഡിവൈഡ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ MMF രണ്ട് സൈഡിലും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കണ്ടക്ടർ, ഈ ഒരു കണ്ടക്ടർ എടുത്തു എന്ന് വിചാരിക്കും. ഓക്കെ, ഈ ഒരു കണ്ടക്ടറിൻ്റെ ക്രോസുള്ള MMF ആണിത്. ഈ കണ്ടക്ടർ നമ്മുടെ ക്രോസ് ആയതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇത്തരത്തിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈ ചെയ്യുന്നത്. ഇനി ഇഫ് യു ആർ ടേക്കിംഗ് ഇൻ ദ ഡോട്ട് സെക്ഷനിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ യു വിൽ ബി ഹാവിങ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇത്തരത്തിലാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരിക. അപ്പോൾ ഇത്തരത്തിൽ വരുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലേക്ക് ഇൻക്ലൈൻ ചെയ്യണമെന്ന് പറയുന്നതാണ്. അപ്പോൾ ഇനീഷ്യലി ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ നമ്മുടെ ലൈൻ ഗ്രാഫുകൾ എങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഫീൽഡ് ഫ്ലക്സ് ഡെൻസിറ്റി, അതാണ് BF, അതായത് ഈ ഗ്രാഫ് BF. ഓക്കെ, ഈ BF മാക്സിമം എവിടെയാണ്? മാക്സിമം വരുന്നത് ഈ പോയിന്റിലല്ലേ? ഇതല്ലേ മാക്സിമം പോയിന്റ്? ഇത് ഏത് ആക്സിസിലാണ്? D ആക്സിസിൽ. ക്ലിയർ? അങ്ങനെയാണ് ചോദ്യം വരിക. മാക്സിമം D ആക്സിസിലും മിനിമം എവിടെയാണ്? Q ആക്സിസിൽ മിനിമം. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് ഒന്ന് എഴുതി വയ്ക്കുക. BF ഈസ് മാക്സിമം, അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഫീൽഡ് ഫ്ലക്സ് ഡെൻസിറ്റി, ഇങ്ങനെയാണ് ചോദിക്കുക. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഫീൽഡ് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് മാക്സിമം അറ്റ് Q ആക്സിസ്, സോറി Q അല്ല, മാക്സിമം അറ്റ് D ആക്സിസ് ആൻഡ് 0 അറ്റ് Q ആക്സിസ്. 0 അറ്റ് Q ആക്സിസ്. ക്ലിയർ? അപ്പം ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ FAR, നമ്മുടെ ആർമേച്ചർ MMF എവിടെയാണ് മാക്സിമം എന്നുള്ളതാണ്. ഓക്കെ, ആർമേച്ചർ MMF മാക്സിമം ആവേണ്ട ഇതാണ് നമുക്ക് വരയ്ക്കേണ്ട ഗ്രാഫ്. മാക്സിമം ആവുന്ന ഗ്രാഫാണ് ഞാൻ പറഞ്ഞു തന്നത്. അതായത് ഇവിടെ എങ്ങനെയാണ് ആർമേച്ചർ MMF വരുന്നത്? ഇതാണ് നിങ്ങളുടെ ആർമേച്ചർ MMF BAR, ശരിയല്ലേ? ഈ BAR വിത്ത് റെസ്പെക്ട് ടു D ആക്സിസ് എന്ന് പറഞ്ഞാൽ എത്ര ആംഗിൾ തന്നെ ഉണ്ടാവുക? 90. അപ്പോൾ നമുക്ക് പറയാം BAR cos 90 ഈക്വൽ ടു 0 വിത്ത് റെസ്പെക്ട് ടു ഏത് ആക്സിസ്? D ആക്സിസ്. ഓക്കെ, അപ്പോൾ BAR എന്നോ അല്ലെങ്കിൽ നമുക്ക് FAR എന്നോ പറയാം. അപ്പോൾ BAR അല്ലെങ്കിൽ FAR വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ MMF ഞാൻ പറഞ്ഞു ഇത് രണ്ട് സൈഡിലും വരും. D ആക്സിസിൻ്റെ രണ്ട് സൈഡിലും വരും. അതിൻ്റെ കാരണമാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനെ പറ്റി വരുന്നത്. ഇതാ നോക്കൂ, ഇതാ ഒന്ന് മുകളിലേക്കാണെങ്കിൽ പറഞ്ഞാൽ താഴേക്ക്, ഉദാഹരണം താഴേക്കാണെങ്കിൽ പറഞ്ഞാൽ മുകളിലേക്ക്. അപ്പോൾ ഫീൽഡ് MMF ഈ കറണ്ടിൻ്റെ അക്രോസുള്ള ഫീൽഡ് ചുറ്റിയുള്ള MMF എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഒരെണ്ണം മുകളിലേക്ക് ഒരെണ്ണം താഴേക്കും ആയിരിക്കും വരിക. അപ്പോൾ ഒരെണ്ണം മുകളിലേക്ക് ഒരെണ്ണം താഴേക്കും വരും. അപ്പോൾ അറ്റ് ദ സെയിം ടൈം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ D ആക്സിസിനെ വിത്ത് റെസ്പെക്ട് ടു ഈ BAR എന്താണ്? 0 ആണ്. അതായത് D ആക്സിസിൽ ഇതെന്തായിരിക്കും? 0 ആയിരിക്കും. എന്താണ്? D ആക്സിസിൽ 0 ആയിരിക്കും. അപ്പോൾ D ആക്സിസ് 0 എന്ന് പറയുമ്പോൾ ഇവിടെ 0. ക്ലിയർ? വിത്ത് റെസ്പെക്ട് ടു D ആക്സിസ് എന്തായിരിക്കും? 0 ആയിരിക്കും. D ആക്സിസിൻ്റെ കറക്റ്റ് എൻഡ് പോയിന്റിൽ എന്തായിരിക്കും? ഇത് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ 0 ആണ്. അറ്റ് ദ സെയിം ടൈം ഇത് നമ്മൾ മുകളിലേക്കുള്ളത് നമ്മൾ നെഗറ്റീവായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് മുകളിലേക്കല്ലേ പോകുന്നത്, അതിനെ നെഗറ്റീവ് ഡയറക്ഷനിലേക്കും താഴോട്ടേക്കുള്ളതിനെ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പം മുകളിലേക്കും താഴേക്കുമായിട്ട് രണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഈ ഗ്രാഫ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുക? ഗ്രാഫ് എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. യു വിൽ ബി ഗെറ്റിംഗ് എ ഗ്രാഫ്. മുകളിലേക്കുള്ളതിനെ നെഗറ്റീവായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു, താഴേക്ക് പോകുന്നതിനെ പോസിറ്റീവായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ യുവർ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഇവിടെ പീക്ക് പോയിന്റിലെത്തി, പിന്നെ എന്ത് ചെയ്യും? നേരെ താഴേക്ക് വരും. ഓക്കെ, നേരെ എന്ത് ചെയ്യും? താഴേക്ക് വരും മാത്രമല്ല ഇത് ഇങ്ങോട്ടേക്ക് കൂടെ സ്ഥലം പരിമിതി കൊണ്ടാണ് ഇത് നേരെ താഴേക്ക് ഇങ്ങനെ അങ്ങ് പോയിക്കോളും. ഓക്കെ, ഇങ്ങനെ അങ്ങ് പോയിക്കോളും.
സോ പിന്നെയും നമ്മൾ അത് ഉയരും. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ പോയിന്റുകൾ, ഏതൊക്കെ പോയിന്റുകൾ, ഈ പോയിന്റുകൾ എവിടെയാണ്, ഇതെവിടെയാണെന്ന് അറിയണം. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഗ്രാഫിന് നമ്മൾ ട്രയാങ്കുലർ ഷേപ്പിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ FAR അല്ലെങ്കിൽ ആർമേച്ചർ MMF എവിടെയാണ് മാക്സിമം? ഈസ് മാക്സിമം അറ്റ് QAR, Q ആക്സിസ്, ശരിയല്ലേ? ഇവിടെയാണ് മാക്സിമം വരുന്നത്. സോ മാക്സിമം അറ്റ് Q ആക്സിസ് ആൻഡ് 0 അറ്റ് ഏത് ആക്സിസിൽ? D ആക്സിസ്. ക്ലിയർ? B വീസസ് തീറ്റയുടെ ഗ്രാഫ്, ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്താണ്? ഇറ്റ് ഈസ് ഫ്ലാറ്റ് ടോപ്പ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സ് ഡെൻസിറ്റി BF ഫ്ലാറ്റ് ടോപ്പ്ഡ്. ദെൻ ആർമേച്ചർ MMF, ഇങ്ങനെ തന്നെയാണ് ചോദ്യം ഉണ്ടാവുക. ആർമേച്ചർ MMF വിൽ ബി ട്രയാങ്കുലർ ഇൻ ഷേപ്പ് മാത്രമല്ല മാക്സിമം അറ്റ് Q ആക്സിസും മിനിമം അറ്റ് D ആക്സിസുമാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ്, എന്തുകൊണ്ടാണ് ഈ ട്രയാങ്കുലർ ഷേപ്പ് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ ഈ D ആക്സിസിൻ്റെ ഈ ഒരു ചെറിയ പോർഷൻ, ഈ സ്ക്വയർ പോലെ വരച്ചിരിക്കുന്ന ചെറിയ പോർഷനിൽ ഒരെണ്ണം നെഗറ്റീവ് അല്ലെങ്കിൽ മുകളിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന നെഗറ്റീവ് ഡയറക്ഷനിലേക്കും താഴേക്ക് റെപ്രസെൻറ്റ് ഇങ്ങനെയാണ്. ഇത് ഇങ്ങനെ D ആക്സിസിൻ്റെ വിടുത്ത് കൂടി വരുന്നവരും ഈ പോയിന്റ്സ് ഇങ്ങനെ കൂടി വരും. ക്ലിയർ? ഈ വിടുത്ത് ഇങ്ങനെ കൂടി വരുന്നതുകൊണ്ട് ഇതിങ്ങനെ കൂടി വരുന്നു. ഇതെന്ത് ചെയ്യും? മാക്സിമം പോയിന്റിലേക്ക് പോകും. ക്ലിയർ? അത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടം വരെ കോൺസ്റ്റന്റ്? അത് ശ്രദ്ധിക്കുക നിങ്ങൾ. ഇവിടം വരെ ഈ സാധനം കോൺസ്റ്റന്റ് ആണ്. ഏത് കോൺസ്റ്റന്റ്? എയർ ഗ്യാപ്പ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എയർ ഗ്യാപ്പ് കോൺസ്റ്റന്റ് ആണ്. അപ്പം അതിന് മുന്നേ ആലോചിക്കേണ്ടത്, ഇത് ഓരോ D ആക്സിസിൻ്റെ വിടുത്ത് ഇങ്ങനെ കൂടുന്തോറും കറണ്ട് എൻക്ലോസ് ചെയ്യാൻ പറ്റുന്ന കറണ്ട് കൂടുന്നു. അങ്ങനെ MMF എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് കൂടുന്നതും കുറയുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നു. ഓക്കെ, അപ്പം എയർ ഗ്യാപ്പ് ഈ സ്ഥലത്തൊക്കെ എയർ ഗ്യാപ്പ് കോൺസ്റ്റന്റ് ആയിരുന്നു, ശരിയല്ലേ? ആ സ്ഥലത്ത് എന്തായിരുന്നു? എയർ ഗ്യാപ്പ് കോൺസ്റ്റന്റ് ആയിരുന്നു. ഇത് ത്രൂ ഔട്ട് നമ്മൾ G ആക്സിസ് എത്തുന്നവരെ ഇതെന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു കാര്യം. ഇവിടെ എയർ ഗ്യാപ്പിന് പ്രസക്തി ഇല്ല. എയർ ഗ്യാപ്പിൻ്റെ പ്രസക്തി എവിടെ വരുന്നത് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് റിസൾട്ടൻ്റ് BAR വരയ്ക്കും. ഓക്കെ, റിസൾട്ടൻ്റ് BAR വരയ്ക്കുമ്പോൾ പറഞ്ഞുതരാം. അത് ഇപ്പോൾ നിങ്ങൾ അനലൈസ് ചെയ്യുക. ഇത് BFും ഇത് FARും ആണ് എന്നുള്ള ലെവലിൽ അനലൈസ് ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്ത് ഈ ഗ്രാഫിൻ്റെ അകത്ത് നമ്മൾ ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് ആർമേച്ചർ റിയാക്ഷൻ BAR വരക്കും. ഓക്കെ, ആ BAR വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആണിത്. നിങ്ങളുടെ എയർ ഗ്യാപ്പിനാണ് ഇവിടെ പ്രിഫറൻസ് വരുന്നത്. എയർ ഗ്യാപ്പ് വീസസ് B ആണ് നമുക്ക് പ്രിഫറൻസ് വരുന്നത്. അപ്പോൾ എയർ ഗ്യാപ്പ് വീസസ് Bക്ക് പ്രിഫറൻസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് നേരത്തെ കോൺസ്റ്റൻ്റ് ആക്കി വരച്ചതെന്ന് വെച്ചാൽ, ഇവിടെ Fഉം MMFും എന്താണ്? പ്രപ്പോർഷനിലാണ്. ഓക്കെ, അപ്പോൾ MMFിനനുസരിച്ച്, MMF എന്ന് പറഞ്ഞാൽ കറണ്ട് കൂടുന്നതിനനുസരിച്ച് MMF കൂടും. MMF കൂടുന്നതിനനുസരിച്ച് നമ്മുടെ FAR എന്ത് ചെയ്യും? കൂടും. അതുകൊണ്ടാണ് ഒരു സൈഡിലേക്ക് ഇങ്ങനെ പോസിറ്റീവും ഒരു സൈഡിലേക്ക് ഇങ്ങനെ നെഗറ്റീവും വന്നത്. പക്ഷെ ആ കേസ് ആയിരിക്കില്ല ബിയുടെ കേസ്. B ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു G. ഓക്കെ, B ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു G. അപ്പോൾ ഒന്ന് സംഭവിക്കാന്ന് പറഞ്ഞാൽ G എവിടെ വരെയോ കോൺസ്റ്റന്റ് ഉള്ളത് അവിടെ വരെ B കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി B നിങ്ങളുടെ കൂടുകയോ കുറയോ ചെയ്ത്, അതായത് ഇഫ് G decreases then B will increase. If G increases then B will decrease. Clear? G constant ആണെങ്കിൽ B എന്ത് തന്നെയായിരിക്കും? It will be a constant. ക്ലിയർ? അപ്പം എയർ ഗ്യാപ്പ് കോൺസ്റ്റന്റ് ആവുന്ന സ്ഥലത്ത് B പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും? B പ്രപ്പോർഷണൽ ടു G ആയിരിക്കും. അതായത് Bൻ്റെ ഗ്രാഫും Fൻ്റെ ഗ്രാഫും എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. എവിടെ വരെ? G കോൺസ്റ്റൻ്റ് ആവുന്ന സമയം വരെ. അതായത് G കോൺസ്റ്റൻ്റ് ആവുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, G കോൺസ്റ്റൻ്റ് ആവുന്ന സമയം വെച്ചാൽ ഇവിടെയാണ് G കോൺസ്റ്റൻ്റ്. ഇത് ഇവിടം തൊട്ട് ഇവിടെ വരെയാണ് G കോൺസ്റ്റൻ്റ്. അതായത് ഇവിടം തൊട്ട് ഇവിടെ വരെയാണ് കോൺസ്റ്റൻ്റ്, ശരിയല്ലേ? അപ്പോൾ ഒരു പുതിയ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ വി വിൽ ബി ഗെറ്റിംഗ് എ കോൺസ്റ്റൻ്റ് ലൈൻ ലൈക്ക് ദിസ്. ഒരു കോൺസ്റ്റൻ്റ് ലൈൻ ഇവിടെ വരെ കിട്ടും. ക്ലിയർ? ഒരു കോൺസ്റ്റന്റ് ലൈൻ അവിടെ വരെ അല്ല, അത് ആക്ച്വലി താഴെ വരേണ്ടത്. ഓക്കെ, ഐ വിൽ ഡ്രോ ഇറ്റ് കറക്റ്റ്ലി. ഓക്കെ, ദിസ് ഗ്രാഫ് വിൽ ലുക്ക് ലൈക്ക് ഇതിപ്പം കറക്റ്റ് കോൺസ്റ്റന്റ് ആയില്ലേ? എയർ ഗ്യാപ്പ് ഇവിടെ തൊട്ട് ഇവിടെ വരെ എയർ ഗ്യാപ്പ് കോൺസ്റ്റന്റ് ആയി. ഇനി ഇങ്ങോട്ടേക്ക് പോകുന്നതോറും എയർ ഗ്യാപ്പ് നോൺ യൂണിഫോം ആവും, ശരിയല്ലേ? എയർ ഗ്യാപ്പ് എങ്ങനെ നോൺ യൂണിഫോം ആവും? ഇവിടെ കോൺസ്റ്റന്റ് ആയിരുന്നു, പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്ക് എയർ ഗ്യാപ്പ് കൂടി. എയർ ഗ്യാപ്പ് കൂടുമ്പോൾ
ഇവിടെ ഒന്നും എയർ ഗ്യാപ്പ് ഇല്ലല്ലോ, എയർ ഗ്യാപ്പ് ഭയങ്കരമല്ലേ. അപ്പോൾ എയർ ഗ്യാപ്പ് ഈ കണ്ടക്ടറുമായിട്ടുള്ളതാണ് എയർ ഗ്യാപ്പ് കേട്ടോ. ഈ കണ്ടക്ടറും ഈ പോള് തമ്മിലാണ് നമ്മൾ എയർ ഗ്യാപ്പ് എന്ന് ഡിഫൈൻ ചെയ്യുക. ഇവിടെ വരെ അത് കോൺസ്റ്റൻ്റ് ആയിരുന്നു, പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കും അത് കൂടി അല്ലേ. എയർ ഗ്യാപ്പും ഈ കണ്ടക്ടർ തമ്മിൽ ലൈൻ ഇത് കൂടി. അപ്പോൾ എയർ ഗ്യാപ്പ് കൂടുമ്പോൾ വാട്ട് ഹാപ്പൻസ്, അതാണ് ഇവിടെ പറഞ്ഞത്. എയർ ഗ്യാപ്പ് കൂടുമ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി കുറയും, എയർ ഗ്യാപ്പ് കുറയുമ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി കൂടും. ഓക്കെ, അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് എ ഗ്രാഫ് ലൈക്ക് വാട്ട്. അപ്പോൾ ഇവിടെ എയർ ഗ്യാപ്പ് കൂടുതലാണ്, അപ്പോൾ ഈ ഫ്ലക്സ് ഡെൻസിറ്റി നേരെ പോവില്ല, അതിന് പകരം ചെറിയൊരു ഡിപ്പ് സംഭവിക്കും. ഇതാ ആ ഡിപ്പാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ക്ലിയർ? ഇത് ഇവിടെ അല്ല, സോറി, ഇവിടെ വരെ എത്തും അല്ലേ. ഇവിടെ വരെ എയർ ഗ്യാപ്പ് ഇല്ലല്ലോ, എയർ ഗ്യാപ്പ് കൂടുതലല്ലേ. അപ്പം ഇത്രയും ദൂരം ആ ഒരു ഡിപ്പ് അത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് വരക്കണേ. സ്ഥലമില്ലാത്ത പറ്റിപ്പോയതാ. ഓക്കെ, എന്താ ഇവിടെ തൊട്ട് ഇവിടെ വരെ വരും ആ ഫ്ലക്സ് ഡെൻസിറ്റിൻ്റെ കുറവ്. ഓക്കെ, അതിനുശേഷം എന്ത് സംഭവിക്കും? പിന്നെ ഇതാ എയർ ഗ്യാപ്പ് ഇവിടെ കോൺസ്റ്റൻ്റ് ആയി, ഈ ഏരിയയിൽ കോൺസ്റ്റൻ്റ് ആയി, അപ്പം യൂണിഫോം ഗ്രാഫ് വിൽ ബി ഒബ്റ്റെയിൻഡ്. ഇവിടെ യൂണിഫോം ഗ്രാഫ് നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെയും എയർ ഗ്യാപ്പ് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി പിന്നെ എന്ത് ചെയ്യും? കുറയും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ തരത്തിലുള്ള ഗ്രാഫാണ് വരിക. ഓക്കെ, അവിടെ എയർ ഗ്യാപ്പ് കുറവല്ലേ അല്ലേ, അപ്പം കൂടും. ഓക്കെ, യു വിൽ ബി ഗെറ്റിംഗ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഇത്തരത്തിലുള്ളൊരു ഗ്രാഫാണ് ഒബ്റ്റെയിൻ ചെയ്യുക. സോ ഈ ഇങ്ങനെ വരക്കുന്നതാണ് നിങ്ങളുടെ BAR റെപ്രസെൻ്റ് ചെയ്യുക. ദിസ് ഈസ് യുവർ BAR. വളരെ വ്യത്യസ്തമായ ഗ്രാഫുകളാണ്. ഇവിടെ ഫ്ലക്സ് ഡെൻസിറ്റി ഡ്യൂ ടു ഫീൽഡ് BF ആണ്, ഇവിടെ ഫ്ലക്സ് ഡെൻസിറ്റി ഡ്യൂ ടു ആർമേച്ചർ റിയാക്ഷൻ ആണ്, ഇവിടെ MMF ഡ്യൂ ടു ആർമേച്ചർ റിയാക്ഷൻ ആണ്. ഓക്കെ, ഇങ്ങനെ വരക്കുന്ന ഈ ഗ്രാഫിൻ്റെ പേരുണ്ട്, ഇതാണ് സാഡിൽ ഷേപ്പ്ഡ്. ദിസ് ഈസ് ദർ സാഡിൽ ഷേപ്പ്ഡ് ഗ്രാഫ്. അപ്പോൾ ഇവിടെ എഴുതി വയ്ക്കുക, BARൻ്റെ ഗ്രാഫ് വിൽ ബി സാഡിൽ ഷേപ്പ്ഡ്. ഓക്കെ, BARൻ്റെ ഗ്രാഫ് വിൽ ബി സാഡിൽ ഷേപ്പ്ഡ്. അപ്പം വാട്ട് ഹാപ്പൻസ് ഈസ് നമുക്കൊരു റിസൾട്ടൻ്റ് വേണം. നമ്മൾ ഇതുവരെ റിസൾട്ടൻ്റ് ഫ്ലക്സ് ഡെൻസിറ്റി പഠിച്ചിട്ടില്ല അല്ലേ. നമ്മൾ ഫീൽഡ് കൊണ്ടുള്ള ഫ്ലക്സ് ഡെൻസിറ്റി പഠിച്ചു, ആർമേച്ചർ റിയാക്ഷൻ കൊണ്ടുള്ള ഫ്ലക്സ് ഡെൻസിറ്റി പഠിച്ചു, MMF ആർമേച്ചർ റിയാക്ഷൻ MMF അല്ലെങ്കിൽ ആർമേച്ചർ MMFൻ്റെ ഗ്രാഫും പഠിച്ചു. പക്ഷേ റിസൾട്ടൻ്റ് പഠിച്ചില്ല. റിസൾട്ടൻ്റ് എങ്ങനെ കിട്ടും? നിങ്ങളുടെ ഈ ഫ്ലക്സ് ഡെൻസിറ്റികൾ രണ്ടെണ്ണം ആഡ് ചെയ്താൽ മതി. BFും BAR ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ഗ്രാഫ് കിട്ടും. ഓക്കെ, ആ പുതിയൊരു ഗ്രാഫ് ഞാൻ ഇവിടെ തന്നെ വരയ്ക്കുവാണ്, പുതിയ വേറെ ഇതിലേക്ക് പോകുന്നില്ല. ആ പുതിയ ഗ്രാഫ് എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ദാറ്റ് ന്യൂ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. പുതിയ ഗ്രാഫ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ, കാരണം ഈ ആക്സിസ് ഈ BFും ഈ BARും ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ഗ്രാഫാണിത്. It will be looking like this. ഓക്കെ, ഇത്തരത്തിലുള്ളൊരു ഗ്രാഫാണ് ഒബ്റ്റെയിൻ. ഇത് ആക്ച്വലി ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ വരയ്ക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങളിവിടെ നിർബന്ധമായിട്ടും സ്ട്രെയിറ്റ് ലൈനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്വയർലി അങ്ങനെ ഫ്ലാറ്റ് ടോപ്പിൻ്റെ പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, അത് നോക്കാം. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഡിപ്പും വരും. ഓക്കെ, ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ചെറിയൊരു കുറവും വരും. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ വേറൊരു തരത്തിലുള്ളൊരു ഷേപ്പ് കാണും. അപ്പോൾ ആ ഷേപ്പ് ഇറ്റ് ഈസ് ഡ്യൂ ടു സാച്ചുറേഷൻ കാരണമാണ് ആ ഫ്ലക്സ് ഡെൻസിറ്റിൻ്റെ ഒരു റിഡക്ഷൻ വരുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് റെപ്രസെൻ്റ് ചെയ്തോളം തെറ്റില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ ഡിപ്പ് കാണിച്ചിരിക്കണം. ഓക്കെ, എക്സാക്ട്ലി സ്ട്രെയിറ്റ് ലൈൻ അല്ല അത് വരിക, അത് ഈ ഒരു ടൈപ്പിലെ ചെറിയൊരു ഇതുപോലെയാണ് വരിക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം അത് ക്ലിയർ ആവും. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രാഫ് പോലെയാണ് വരിക. ഓക്കെ, ഇത്തരത്തിലുള്ള ഗ്രാഫ്, ഇവിടെ ചെറിയൊരു ഡിപ്പും ഉണ്ട്. ഓക്കെ, സ്ട്രെയിറ്റ് അല്ല, അപ്പോൾ അത് ഓർക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഗ്രാഫാണ് വരിക. ഇതാണ് നിങ്ങളുടെ BR റിസൾട്ടൻറ്റ്. ഓക്കെ, BR റിസൾട്ട്, ദിസ് ഈസ് ദി റിസൾട്ടൻറ്റ് ഗ്രാഫ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. നമ്മുടെ റിസൾട്ടൻറ്റിൻ്റെ കാര്യം
ഓർത്ത് വയ്ക്കുക, അവിടെ ഡിപ്പ് വരുന്നത് ഡ്യൂ ടു സാച്ചുറേഷൻ കാരണമാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു എന്താണ് നമ്മളിവിടെ അൾട്ടിമേറ്റ്ലി പറയുന്നത്, നമ്മൾ ബ്രഷുകൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്രഷുകൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആക്സിസുകൾ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ട് തീറ്റ, അത് എവിടെ വരുന്നത് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പം ദ ലാസ്റ്റ് പോയിന്റ് ഈസ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് എവിടെയാണ് പറഞ്ഞത്, EMF 0 ആവുന്ന സ്ഥലമാണ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞു. ഓക്കെ, അതായത് ആർമേച്ചർ റിയാക്ഷൻ ഇല്ലാത്തപ്പോൾ നമ്മളുടെ ഫ്ലക്സ് ഡെൻസിറ്റി BFൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിസൾട്ടൻ്റ് 0 വരുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ആർമേച്ചർ നമ്മളെ GNA കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, റിസൾട്ടൻ്റ് 0 ആണ് അല്ലെങ്കിൽ BF 0 ആണെങ്കിൽ GNAയും നമുക്ക് എവിടെ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും, ആ 0 ടൈമിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യും. ഇതാണ് നിങ്ങളുടെ 0 അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ GNA. ഈ റിസൾട്ടൻ്റ് ഗ്രാഫിൽ GNA ഇതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ MNA എങ്ങനെയായിരിക്കും, MNAയും ഒരു ന്യൂട്രൽ ആക്സിസ് ആണ്. ആ ന്യൂട്രൽ ആക്സിസ് ആകുമ്പോൾ ആ ന്യൂട്രൽ ആക്സിസ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങളുടെ EMF 0 ആകുമ്പോൾ Bയും എന്തായിരിക്കും 0 ആയിരിക്കും. സോ ദിസ് വിൽ ബി യുവർ MNA. ക്ലിയർ, ഇതായിരിക്കും നിങ്ങളുടെ MNA. അപ്പം വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ MNA ഒരു ആംഗിൾ തീറ്റയിൽ ഷിഫ്റ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ. ആ ആംഗിളാണ് ഈ ആംഗിൾ തീറ്റ. ഇതാണ് നിങ്ങളുടെ കൺക്ലൂഷൻ. ക്ലിയർ, നിങ്ങൾക്ക് ഈ പുതിയ റിസൾട്ടിൻ്റെ ഗ്രാഫിൽ പറയാം, നിങ്ങളെ GNA എന്ന് പറഞ്ഞാൽ BF 0 ആവുന്ന സ്ഥലത്തുള്ളത് ഇവിടെ കാണിച്ചു. MNA പുതിയ ഗ്രാഫിൽ ഡിസ്റ്റോർട്ടഡ് ഗ്രാഫാണ്. അപ്പോൾ ഡിസ്റ്റോർട്ടഡ് വേവ് ഫോം ആണ് വരിക. കണ്ടില്ലേ, റിസൾട്ടൻ്റ് കണ്ടില്ലേ, ഡിസ്റ്റോർട്ടഡ് MMF ആണ് വരുന്നത്. MMF വരാനുള്ള കാരണം ആരാണ്, ആർമേച്ചർ റിയാക്ഷൻ ആണ്. ആർമേച്ചർ റിയാക്ഷൻ എങ്ങനെയാണ് വരുന്നത്, നിങ്ങളുടെ ബ്രഷ് ഷിഫ്റ്റ് MNA നിന്ന് GNA ഒരു ആംഗിൾ തീറ്റ വരുമ്പോൾ നിങ്ങളുടെ വേവ് ഫോം എന്തായി, ഡിസ്റ്റോർട്ടഡ് ആയി. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കൺക്ലൂഷൻ. MNA ഈസ് ഷിഫ്റ്റഡ് ഫ്രം GNA ബൈ ആൻ ആംഗിൾ തീറ്റ. ഒരു ആംഗിൾ തീറ്റ കൊണ്ട് ഷിഫ്റ്റഡ് ആണ്. അതുകൊണ്ട് ദസ് ദ വേവ് ഫോം ഈഫ് ഡിസ്റ്റോർട്ടഡ്. അങ്ങനെ വേവ് ഫോം എന്ത് ചെയ്യും, നമുക്ക് ഡിസ്റ്റോർട്ടഡ് ആയിട്ട് കിട്ടും. ക്ലിയർ, അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. വേവ് ഫോം എന്താണ്, ആർമേച്ചർ റിയാക്ഷൻ്റെ പ്രശ്നമായിട്ടാണ് വേവ് ഫോം ഡിസ്റ്റോർഷൻ ഉണ്ടാവും. അതായത് ഡ്യൂ ടു ആർമേച്ചർ റിയാക്ഷൻ അല്ലെങ്കിൽ ആർമേച്ചർ റിയാക്ഷൻ പ്രൊഡ്യൂസസ് ഡിസ്റ്റോർഷൻ ഇൻ ദ ഫ്ലക്സ് ഡെൻസിറ്റി അല്ലേ. ഫ്ലക്സ് ഡെൻസിറ്റിയിൽ ഡിസ്റ്റോർഷൻ സംഭവിക്കും. അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാരണം. ആർമേച്ചർ റിയാക്ഷൻ പ്രൊഡ്യൂസസ് ഡിസ്റ്റോർഷൻ ഇൻ ദ ഫ്ലക്സ് ഡെൻസിറ്റി. സോ ദാറ്റ് ഈസ് ദ കൺക്ലൂഷൻ. ആർമേച്ചർ റിയാക്ഷൻ കാരണം ഫ്ലക്സ് ഡെൻസിറ്റിയിൽ ഡിസ്റ്റോർഷൻ ഉണ്ടായി. ഇതാണ് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, നോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നോട്ടാണ്. അപ്പം ഇത് ക്ലിയർ ആയി വിചാരിക്കുന്ന ഗ്രാഫ് വിത്ത് റെസ്പെക്ട് പഠിക്കാനുണ്ട്. ഈ ഗ്രാഫിൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ഷേപ്പിനെ കുറിച്ച് ചോദിക്കാം, BF വേഴ്സസ് തീറ്റ ചോദിക്കാം, ഏത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആ ഗ്രാഫ് ക്വസ്റ്റ്യൻ അനുസരിച്ച്, ക്വസ്റ്റ്യൻ ഏതാ ചോദിക്കുന്നതിനനുസരിച്ച് നിങ്ങളത് ഡീൽ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത പഠിക്കാനുള്ള ഹെഡിങ് എന്ന് പറഞ്ഞാൽ എഫക്ട്സ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ. ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹെഡിങ് ചെയ്ത എഫക്ട്സ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ. ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് അയൺ ലോസസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അയൺ ലോസസ് വിൽ ഒക്കർ. ഓക്കെ, എങ്ങനെയാണ് അയൺ ലോസസ് ഒക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ അയൺ ലോസസ് അല്ലെങ്കിൽ ഹിസ്റ്ററിസിസ് ലോസസ് പ്രപ്പോർഷണൽ ടു BM raised to 1.6ഉം എഡ്ഡി കറണ്ട് ലോസ് പ്രപ്പോർഷണൽ ടു BM സ്ക്വയറുമാണ്. അതായത് ഫ്ലക്സ് ഡെൻസിറ്റിക്ക് ഇത് പ്രപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി കൂടുമ്പോൾ BHഉം അതുപോലെ PEയും കൂടും. അതായത് അയൺ ലോസ് എന്ത് ചെയ്യും, കൂടും. ശരിയല്ലേ, നിങ്ങൾ നോക്കൂ, ഇവിടെ ആദ്യത്തെ സ്ഥലത്ത് ഇത്രയാണ് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി വന്നത്, പിന്നെ റിസൾട്ടൻ്റ് വരുമ്പോഴേക്കും കൂടി. അപ്പോൾ ഇങ്ങനെ ഫ്ലക്സ് ഡെൻസിറ്റി കൂടുന്നതുകൊണ്ട് അയൺ ലോസുകൾ കൂടാം. അതായത് ആർമേച്ചർ റിയാക്ഷൻ കാരണം ഫ്ലക്സ് ഡെൻസിറ്റി കൂടും. അപ്പോൾ അയൺ ലോസുകൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇനി അടുത്തത് പറയാനുള്ളൊരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേഷനെ പറ്റിയാണ്. ഓക്കെ, കമ്മ്യൂട്ടേഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളെ ബ്രഷസ് പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ്, Q ആക്സിസ് അല്ലെങ്കിൽ നമ്മുടെ GNA. ശരിയല്ലേ, ബ്രഷസ് ആക്ച്വലി ഫൗണ്ട് ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ ന്യൂട്രൽ ആക്സിസിലാണ്. വി ഫൗണ്ടിങ് ബ്രഷസ് ഇൻ ദ ന്യൂട്രൽ ആക്സിസ്.
ഓക്കെ. കാരണം the coils which will be short circuited അല്ലേ, the coils which are short circuited. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്ന ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ EMF 0 ആണ്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്ന കോയിൽസിന് എന്താണ്, EMF 0 ആണ്. ഓക്കെ. അപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു EMF കോയിൽസിൽ പ്രൊഡ്യൂസ് ചെയ്യും. കോയിൽസിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ EMF പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു സർക്കുലേറ്റിംഗ് കറണ്ട്, ലാർജ് സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ബ്രഷസിനെ എവിടെ വെക്കുന്നത്, GNL വെക്കുന്നത്. ഓക്കെ. പക്ഷെ പ്രാക്ടിക്കലി വെക്കുന്നത് എവിടെയാണ്, പോൾസിൻ്റെ അണ്ടറിൽ തന്നെയാണ് നമ്മൾ ബ്രഷസ് വെക്കുന്നത്. അപ്പം വെക്കുന്നത് എന്ന് പറയുമ്പോഴും അതായത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു അല്ലേ, അത് വെക്കുന്നത് പറയുമ്പം ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്ത്, ഏതിനെ, നമ്മുടെ ദ പോൾസ് അല്ലെങ്കിൽ നമ്മുടെ ദ കോയിൽസ് വിച്ച് ആർ ലൈയിങ് ഇൻ ടു GNL ലൈ ചെയ്യുന്ന കോയിൽസിന് ഷോർട്ട് സർക്യൂട്ട് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ബ്രഷസ് ഇവിടെ വെക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ കറണ്ടൊന്നും കാണിക്കുന്നില്ല. ഡോട്ട് ക്രോസ് ഇവിടെയൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ഡോട്ട് ക്രോസ് കാണിക്കുന്നില്ല. അതായത് പോൾസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്ഥലത്ത്, അതായത് GNL ആക്സിസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോയിൽസ് എന്താവും, ഷോർട്ട് സർക്യൂട്ടഡ് ആവും. അപ്പോൾ എന്താണ്, EMF 0 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണിക്കാം. ഓക്കെ. അങ്ങനെയുള്ള അഡ്വാൻറ്റേജും പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യേണ്ട, കമ്മ്യൂട്ടേറ്റർ വരയ്ക്കേണ്ട. ഓക്കെ. കമ്മ്യൂട്ടേറ്റർ ഉള്ളിൽ വരയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഇത് മാത്രം കാണിച്ചാൽ മതി. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ മനസ്സിലാക്കുക, ബ്രഷസ് ആർ ഷോൺ അലോങ് ദ Q axis, but they are actually placed at D axis. ഓക്കെ. അപ്പോൾ ആക്ച്വലി പ്ലേസ് ചെയ്തിരിക്കുന്നത് D axis ആണ്. കാരണം ബിക്കോസ് ദേ ഷോർട്ട് സർക്യൂട്ട് ദ കോയിൽ ലൈയിങ് അലോങ് Q axis. Q axisൽ ലൈ ചെയ്യുന്ന കോയിലിനെ അവ എന്ത് ചെയ്യുന്നു, ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പം ആർമേച്ചർ റിയാക്ഷൻ ഇല്ലെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്, Q ആക്സിസിൽ. ആർമേച്ചർ റിയാക്ഷൻ ഇല്ലെങ്കിൽ, വിത്തൗട്ട് ആർമേച്ചർ റിയാക്ഷൻ ആണെങ്കിൽ Q ആക്സിസിലെ ഫ്ലക്സ് ഡെൻസിറ്റി എത്രയാണ്, നമ്മൾ കണ്ടു, അത് 0 അല്ലേ. 0 അതിന് വേറെ കാരണമുണ്ട്, അതിൻ്റെ EMF എന്ന് പറഞ്ഞാൽ എന്താണ്, BLV. ഓക്കെ. അപ്പോൾ BLV ഫ്ലക്സ് ഡെൻസിറ്റി 0 അതുകൊണ്ട് EMF എന്താണ്, 0. അതുകൊണ്ട് കമ്മ്യൂട്ടേഷൻ സ്മൂത്താണ് ഈ ആർമേച്ചർ റിയാക്ഷൻ ഇല്ലെങ്കിൽ. പക്ഷെ ആർമേച്ചർ റിയാക്ഷൻ വരുമ്പോൾ എന്താ പ്രശ്നം, ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്, നോൺ സീറോ ആവും Q ആക്സിസിൽ. ശരിയല്ലേ, നോൺ സീറോ ആവും. അങ്ങനെ ഫ്ലക്സ് ഡെൻസിറ്റി നോൺ സീറോ ആണെങ്കിൽ അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ. ഏത് കോയിലാണോ EMF എന്ത് ചെയ്യും, കോയിൽ ഇൻഡ്യൂസ് ചെയ്യും. കമ്മ്യൂട്ടേഷന് വിധേയമാവുന്ന കോയിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. ആ EMF കൊണ്ട് ലാർജ് കറണ്ട് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. ഇറ്റ് ക്യാൻ കോസ് എ ലാർജ് കറണ്ട് ടു ഫ്ലോ ഡ്യൂ ടു ഷോർട്ട് സർക്യൂട്ടിങ്. ഈ ഷോർട്ട് സർക്യൂട്ടിങ് കാരണം ലാർജ് കറണ്ട് ഫ്ലോ ചെയ്യും. അങ്ങനെ സ്പാർക്കിംഗ് ഒക്കർ ചെയ്യുന്നുള്ള സാധ്യതയുണ്ട് ആർമേച്ചർ റിയാക്ഷൻ കാരണം. ഓക്കെ. അപ്പോൾ ഈ സ്പാർക്കിംഗ് എവിടെ ഒക്കർ ചെയ്യുക, കമ്മ്യൂട്ടേറ്ററിൽ. ഓക്കെ. അപ്പോൾ സ്പാർക്കിംഗ് കമ്മ്യൂട്ടേറ്ററിൽ ഒക്കർ ചെയ്യുന്നതുകൊണ്ട്, ഒക്കർ ചെയ്യാനുള്ള കാരണം ലാർജ് EMF ആണ്. ഓക്കെ. അതായത് ചില കോയിലിൽ ലാർജ് EMFും ചില കോയിലിൽ എന്നാൽ ലെസ് EMF. ഓക്കെ. അപ്പം EMF ലാർജ് ആണെങ്കിൽ എന്താ പ്രശ്നം വരിക, അടുത്തടുത്തുള്ള കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിലെ വോൾട്ടേജ് എന്ത് ചെയ്യും, കൂടും. അപ്പോൾ അടുത്തടുത്തുള്ള വോൾട്ടേജ്, കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിലെ വോൾട്ടേജ് കൂടി കഴിഞ്ഞാൽ അവിടുത്തെ ഇൻസുലേഷൻ എന്ത് ചെയ്യാം, ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം സ്പാർക്കിംഗ് അറ്റ് കമ്മ്യൂട്ടേറ്റർ സർഫേസ് ആണ് അടുത്തൊരു പ്രശ്നം. സ്പാർക്കിംഗ് അറ്റ് കമ്മ്യൂട്ടേറ്റർ. ഓക്കെ. ഇനി മൂന്നാമത്തെ പ്രശ്നം വെച്ചാൽ കോസ്റ്റ് ഓഫ് ഫീൽഡ് വൈൻഡിങ് ആണ്. ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ കോസ്റ്റ് കൂടും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ ഈസ് സ്ലൈറ്റ്ലി എന്താണ്, ഇറ്റ് ഈസ് ഡീമാഗ്നറ്റൈസിങ് ആണ്. നമ്മൾ കണ്ടു അല്ലേ, മാഗ്നറ്റൈസിങ് എഫക്റ്റ് കുറയുകയാണ്. അപ്പോൾ മാഗ്നറ്റൈസിങ് എഫക്റ്റ് കുറയുക വെച്ചാൽ റിസൾട്ടൻ്റ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ത് ചെയ്യാണ്, കുറയുകയാണ്. അപ്പോൾ റിസൾട്ടൻ്റ് ഫ്ലക്സ് ഡെൻസിറ്റി കുറയുമ്പോൾ നമ്മൾ ഈ ഫ്ലക്സ് ഡെൻസിറ്റി കുറഞ്ഞതിന് ഫ്ലക്സ് ഡെൻസിറ്റി റിഡ്യൂക്ഷനായി നിൽക്കുന്ന സാധനത്തിന് നമ്മൾ കൂട്ടണം. അപ്പോൾ കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫീൽഡ് ഫ്ലക്സ് കൂട്ടണം. ഫീൽഡ് ഫ്ലക്സ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഫീൽഡ് വൈൻഡിങ് കൂട്ടണം. ഫീൽഡ് വൈൻഡിങ് കൂട്ടണം മീൻസ് ഫീൽഡ് വൈൻഡിങ്ങിലെ നമ്പർ ഓഫ് ടേൺസ് എന്ത് ചെയ്യണം, കൂട്ടണം. അപ്പം ഫീൽഡ് വൈൻഡിങ്ങിലെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യുകയാണ്, കൂട്ടുകയാണ്. ക്ലിയർ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റുമായിട്ട് വരുന്നത്. ക്ലിയർ. അപ്പോൾ ഇതാണ് 3 പ്രശ്നങ്ങൾ. അയൺ ലോസ് കൂടും, സ്പാർക്കിംഗ് കൂടും, ഫീൽഡ് വൈൻഡിങ്ങിലെ കോസ്റ്റ് കൂടും. ഓക്കെ. അപ്പോൾ നമ്മളിത് എങ്ങനെയെങ്കിലും റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ അടുത്ത കൺസെപ്റ്റ് വരുന്നത് മെത്തേഡ്സ് ടു റെഡ്യൂസ് ആർമേച്ചർ റിയാക്ഷൻ. ആർമേച്ചർ റിയാക്ഷൻ കുറയ്ക്കാനായിട്ടുള്ള എന്ത് മാർഗമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ. മെത്തേഡ്സ് ടു റെഡ്യൂസ് ആർമേച്ചർ റിയാക്ഷൻ.
അപ്പോൾ ആർമേച്ചർ റിയാക്ഷൻ കുറയ്ക്കാനുള്ള ഒരു മെത്തേഡ്സുകളുണ്ട്. അപ്പോൾ അത് മെത്തേഡ്സിലേക്ക് നമുക്ക് പോകാം. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൈ റിലക്റ്റൻസ് പോൾ ടിപ്പ്. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് ഹൈ റിലക്റ്റൻസ് പോൾ ടിപ്പാണ്. അതെന്താണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ഹൈ റിലക്റ്റൻസ് പോൾ ടിപ്പ്. ഓക്കെ, യു കൺസിഡർ, നമ്മളൊരു പോൾസ് കൺസിഡർ ചെയ്യുക. ഓക്കെ, പോൾസ് കൺസിഡർ ചെയ്യുമ്പോൾ ഫുള്ളൊന്നും വരക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ കണ്ടക്ടറുകൾ ഉണ്ടാവും. നമുക്കറിയാം, ഇപ്പോൾ സപ്പോസ് ഇതൊക്കെ ക്രോസസ് ആണെന്ന് വിചാരിക്കും. നമ്മളെ ലെഫ്റ്റ് സൈഡിലൊക്കെ ക്രോസ് അല്ല നമ്മൾ വരച്ചുകൊണ്ടിരുന്നത്. ക്രോസസ് ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഈസ്, ഇതിൻ്റെ അകത്തുള്ള ഫ്ലക്സ് എങ്ങനെ ഫ്ലോ ചെയ്യുന്നു നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള ഫ്ലക്സ് എങ്ങനെ ഫ്ലോ ചെയ്യുന്നു എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, അതായത് ഇറ്റ് വിൽ ബി ഫ്ലോയിങ് ലൈക്ക് ദിസ്. ഇത്തരത്തിലുള്ളൊരു ഫ്ലോയിങ് ആണ് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, ഇത്തരത്തിലാണ്, നമ്മൾ റൈറ്റിലേക്കാണ്, ക്ലോക്ക് വൈസിലുള്ളതാണ്. ക്രോസ് വന്നാൽ ക്ലോക്ക് വൈസിലാണ് മൂവ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഓൾറെഡി നമ്മുടെ ഫീൽഡ് വൈൻഡിങ് ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടുത്തെ ഫ്ലക്സ് ഇവിടെ മുകളിൽ ഈ ഡയറക്ഷനിലും താഴെ ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ ഫീൽഡ് വൈൻഡിങ്ങും ഫ്ലക്സും ഒരേ ഡയറക്ഷനിലാകുമ്പോൾ ആഡ് ആവും, ഡിഫറെൻറ്റ് ഡയറക്ഷനിലാകുമ്പോൾ എന്താവും, സബ്ട്രാക്റ്റഡ് ആവും. ശരിയല്ലേ? അപ്പോൾ സബ്ട്രാക്റ്റഡ് ആവും. വാട്ട് ഹാപ്പൻസ്, നിങ്ങളുടെ ആർമേച്ചർ ഫ്ലക്സ് ഡയറക്റ്റ്ലി ഇതുമായിട്ട് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. പക്ഷെ ഡയറക്റ്റ്ലി ഈ ഫീൽഡ് ഫ്ലക്സ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്യും. എവിടെ? അറ്റ് ദ പോൾ ടിപ്പ്. പോൾ ടിപ്പിലാണ് അപ്പോൾ എന്ത് ചെയ്യുന്നത്, അപ്പോൾ മോസ്റ്റ് ഡോമിനൻ്റ് പോൾ ടിപ്പാണിത് അല്ലേ? അപ്പോൾ മോസ്റ്റ് ഡോമിനൻ്റ് പോൾ ടിപ്പിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫ്ലക്സ് ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഓക്കെ, അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി കൂടുമ്പോൾ വാട്ട് ഈസ് ദ എഫക്റ്റ്, എന്താണ് എഫക്റ്റ്? ഇപ്പം ഫ്ലക്സ് ഡെൻസിറ്റി കൂടുന്നു, അപ്പോൾ ഈ ഇതും പോകുന്നു. അപ്പോൾ നമ്മൾ അതിന് സൊല്യൂഷൻ പറഞ്ഞാൽ ഹൈ റിലക്റ്റൻസ് പോൾ ടിപ്പ് ഉപയോഗിക്കാനാണ്. അപ്പോൾ ഹൈ റിലക്റ്റൻസ് പോൾ ടിപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഇഫ് വി ക്യാൻ ഇൻക്രീസ് ദ റിലക്റ്റൻസ്, നിങ്ങൾക്ക് പോൾ ടിപ്പിലെ റിലക്റ്റൻസ് കൂട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കുറയ്ക്കാമെന്ന് പറയുന്നത്, ആർമേച്ചർ ഫ്ലക്സ് ഓർ ആർമേച്ചർ റിയാക്ഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ്. ഓക്കെ, ആർമേച്ചർ ഫ്ലക്സ് അല്ലെങ്കിൽ ആർമേച്ചർ റിയാക്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്, കുറയ്ക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ക്ലിയർ? അപ്പം ഹൈ റിലക്റ്റൻസ് പോൾ ടിപ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർമേച്ചർ റിയാക്ഷൻ എന്ത് ചെയ്യാം, കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കൺസെപ്റ്റ്. ഇപ്പോൾ റിലക്റ്റൻസ് നമുക്കറിയാം, റിലക്റ്റൻസും എയർ ഗ്യാപ്പും എന്താണ്, പ്രപ്പോർഷനിലാണ്. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റായിട്ട് വരുന്നത്. ഇനി വേറൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ എന്ന് വെച്ചാൽ നമ്മൾ ബൈ ദ യൂസ് ഓഫ് ചാംഫേർഡ് പോൾസ്. ചാംഫേർഡ് പോൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആർമേച്ചർ റിയാക്ഷൻ കുറയ്ക്കാം എന്നാണ് പറയുന്നത്. ചാംഫേർഡ് പോൾസിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഓക്കെ, അതാണ് നമ്മുടെ ചാംഫേർഡ് പൂള്. ഇതിൻ്റെ അകത്ത് ഈ ആർക്കും ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് പ്ലേസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരു എയർ ഗ്യാപ്പ് ഉണ്ടാവും, ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഒരു എയർ ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ കുറച്ചും കൂടി വലിയൊരു എയർ ഗ്യാപ്പാണ്, ഈ എൻഡിലേക്ക് പോകുന്നതോറും വലിയൊരു എയർ ഗ്യാപ്പിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ചാംഫേർഡ് എയർ ഗ്യാപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പോൾ ടിപ്പിൽ, ഇതാണ് നമ്മുടെ പോൾ ടിപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, എയർ ഗ്യാപ്പ് കൂട്ടാം. അപ്പോൾ പോൾ ടിപ്പിൽ എയർ ഗ്യാപ്പ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിലക്റ്റൻസ് കൂട്ടാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, റിലക്റ്റൻസ് S=G/μA. അപ്പോൾ എയർ ഗ്യാപ്പ് കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലക്റ്റൻസ് കൂട്ടാം. റിലക്റ്റൻസ് കൂട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോൾ എഡ്ജസിൽ നിങ്ങൾക്ക് ആർമേച്ചർ ഫ്ലക്സ് എന്ത് ചെയ്യാം, കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ്, അപ്പോൾ ഹൈ റിലക്റ്റൻസ് പോൾ ടിപ്പുകൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ചാംഫേർഡ് പോൾസ് യൂസ് ചെയ്യുക. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫീൽഡ് പോളുകളെ ലാമിനേറ്റ് ചെയ്യുക. അതാ ഇവിടെ ഇതേപോലെ പുതിയ ലാമിനേഷൻസ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ, ഇപ്പോൾ ലാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ എയർ ഗ്യാപ്പ് എന്ത് ചെയ്യാം, പുതിയ എയർ ഗ്യാപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലേ.
അപ്പോൾ ലാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അപ്പം ബൈ ഫീൽഡ് പൂൾ ലാമിനേഷൻസ്, ഓക്കെ, ഫീൽഡ് പൂൾ ലാമിനേഷനുകൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർ ഗ്യാപ്പ് കൂട്ടാം. എയർ ഗ്യാപ്പ് കൂട്ടുന്നത് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിലക്റ്റൻസ് കൂട്ടാം. റിലക്റ്റൻസ് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ആർമേച്ചർ ഫ്ലക്സ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആർമേച്ചർ റിയാക്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പം റിഡക്ഷൻ ഇൻ ആർമേച്ചർ ഫ്ലക്സ് നമുക്ക് ചെയ്യാം. ഓക്കെ, റിഡക്ഷൻ ഇൻ ആർമേച്ചർ ഫ്ലക്സ് ബൈ പഞ്ചിങ് ദ പോൾസ് ആണെന്ന് പറയാം. ഓക്കെ, ബൈ പഞ്ചിങ് ദ പോൾസ് ഇൻ ദ ഫീൽഡ്. ഫീൽഡിൽ പോൾസിനെ പഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലക്റ്റൻസ് കൂട്ടി അതുവഴി ആർമേച്ചർ റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. ഓക്കെ, ദെൻ നാലാമത്തെ ഒരു മെത്തേഡായിട്ട് പറയുന്നത് ബൈ സ്ട്രോങ് മെയിൻ ഫീൽഡ് ഫ്ലക്സ്. ഇത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. ഫീൽഡ് ഫ്ലക്സ് നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ്ലി ആർമേച്ചർ ഫ്ലക്സ് കുറയും, അതായത് ആർമേച്ചർ റിയാക്ഷൻ എന്ത് ചെയ്യാം, നമുക്ക് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ മെത്തേഡ്സ് ടു റെഡ്യൂസ് ആർമേച്ചർ റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ റിലക്റ്റൻസ് പോൾ ടിപ്പ്, ചാംഫേർഡ് പോൾസ് ബൈ പഞ്ചിങ് ദ പോൾസ് ഇൻ ദ ഫീൽഡ്. പഞ്ച് ചെയ്യുന്നതുകൊണ്ട് എയർ ഗ്യാപ്പ് കൂടും, അപ്പോൾ റിലക്റ്റൻസ് കൂടും. റിലക്റ്റൻസ് ആണ് മെയിൻ കാര്യം. ഓക്കെ, ദെൻ സ്ട്രോങ് മെയിൻ ഫീൽഡ് ഫ്ലക്സ് ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ക്ലിയർ? അപ്പോൾ അതാണ് അതിൻ്റെ മെത്തേഡ്സ്. ഇനി ഈ ആർമേച്ചർ റിയാക്ഷൻ കൊണ്ടുള്ള എഫക്റ്റുകൾ എങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്, നമുക്കറിയാം, നമ്മുടെ ഒരു ഫിഗർ വരയ്ക്കാം. ആ ഫിഗറിലൂടെ കാര്യങ്ങൾ പറയാം. നമ്മൾ ഇനീഷ്യലി ഓക്കെ, ഇവിടെ നമ്മൾ നോർത്തും സൗത്തും ഉണ്ട്, അതൊന്നും പ്രശ്നമില്ല. ഇനി അതൊന്നും വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങോട്ടേക്ക് മോട്ടറിൻ്റെ ഓപ്പറേഷനും ജനറേറ്ററിൻ്റെ ഓപ്പറേഷനും ഇതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ആക്സിസ് ആണ് നമ്മുടെ ഏത്, GNA ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് ഫീൽഡ് ഫ്ലക്സിൻ്റെ ഗ്രാഫ്. ഇങ്ങോട്ടേക്ക് റൈറ്റിലേക്ക് ഇതിൻ്റെ അകത്ത് ഇത് ക്രോസ് ആണ് വരിക. ഇത് ഡോട്ട്, സോറി ഇവിടെ ഇല്ല, ഇവിടെ കറണ്ട് ഇല്ലല്ലോ. ഓക്കെ, ഇത് ഫീൽഡ് ഫ്ലക്സ്. താഴോട്ടേക്ക് നമ്മുടെ ആർമേച്ചർ എഫക്റ്റ്. ഇതിലേക്കാണ് നമ്മുടെ എന്ത് ചെയ്യുക, റിസൾട്ടൻ്റ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ GNA ആക്സിസ്. ഇതിന് കുറച്ച് ഷിഫ്റ്റായിട്ട് ആരുണ്ടാവും, MNA ആക്സിസ് ഉണ്ടാവും. ഇത് സെൻറ്ററിൽ തന്നെയാണ് MNA ആക്സിസ് ഉണ്ടാവും. ഇറ്റ് വിൽ ബി ഷിഫ്റ്റിംഗ് ബൈ ആൻ ആംഗിൾ തീറ്റ. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അതായത് നിങ്ങളുടെ ഫീൽഡ് ഫ്ലക്സ് നിങ്ങളുടെ റിസൾട്ടൻറ്റുമായിട്ട് ഒരു തീറ്റ ആംഗിൾ ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ബ്രഷസ് ഒക്കെ പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ്, GNAയിലാണ്. പക്ഷേ ഈ കോയിലിലെ EMF GNAയിൽ എന്തായിരിക്കും, നോൺ സീറോ ആയിരിക്കും. കാരണം ബാക്കിയുള്ള സ്ഥലത്തുള്ള ഇതുകൊണ്ട് GNA നോൺ സീറോ ആയിരിക്കും. അപ്പം സ്പാർക്കിംഗ് ഉണ്ടാവും. ഓക്കെ, ഇനി നിങ്ങളൊരു പുതിയ വഴി കണ്ടുപിടിക്കുകയാണ്. അതായത് ഇങ്ങനെ ബ്രഷ് ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ സ്പാർക്കിങ്ങിനെ ഒഴിവാക്കാമോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പം EMF MNAയിലാണെങ്കിൽ, അല്ലെങ്കിൽ കോയിലിലെ EMF നമ്മൾ കണ്ടുപിടിച്ചു അത് MNAയിലാണെങ്കിൽ 0 ആണ്. അപ്പം ബ്രഷുകൾ ശരിക്കും എവിടെയാണ് ലൈ ചെയ്യേണ്ടത്, MNAയിലാണ്. എന്തിന്, കമ്മ്യൂട്ടേഷൻ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഈ ബ്രഷിൻ്റെ പർപ്പസ് എന്താ, ശരിക്കും കറണ്ട് അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ബ്രഷിൻ്റെ ഒരു പർപ്പസ്. അപ്പോൾ ബ്രഷിൻ്റെ ഈ പർപ്പസ് എന്ന് പറഞ്ഞാൽ കറണ്ട് രണ്ട് സൈഡിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും എന്ത് ചെയ്യും, ഒരു സൈഡിലേക്കും പോകും, മറ്റേ ഡയറക്ഷനിലേക്കും പോകും. അപ്പം ബ്രഷിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് ഡയറക്ഷൻ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, കറണ്ട് ഡയറക്ഷൻ ബ്രഷസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, കറണ്ട് അപ്പോൾ രണ്ട് രീതിയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, പോവാം. ഓക്കെ, ദെൻ EMF നമ്മുടെ വെലോസിറ്റിയെയും അതുപോലെ തന്നെ BA, അതായത് V ക്രോസ് ബിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ്, നമുക്ക് ആർമേച്ചർ MMF ആണ് കാണേണ്ടതെങ്കിൽ നമ്മൾ ആർമേച്ചർ കറണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ കറണ്ട് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഈ അവസ്ഥയിൽ ഉണ്ടാകുമ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രഷുകൾ ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത്, ആ ബ്രഷുകളെ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്,
EMF. അപ്പോൾ ഇവിടുത്തെ കോയിലിൽ EMF എന്താവും? 0 ആവും. ഓക്കെ, അപ്പോൾ ബ്രഷുകളെ നമ്മൾ MNA, ഇവിടെ ഇതാണല്ലോ MNA, ഈ MNAൻ്റെ അടുത്ത് ബ്രഷ് കൊണ്ടുവയ്ക്കുന്നു. അതായത് ഈ സൈഡിലുള്ള ഇതൊക്കെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, ക്രോസുകൾ, ഇത് ഡോട്ട്, ഓക്കെ, അതിലൊന്നും മാറ്റങ്ങളില്ല. ഇതാണ് നമ്മുടെ Q ആക്സിസ്. ഓക്കെ, അപ്പം ഇവിടെ ഈ പോയിന്റിൽ എന്തില്ല? കറണ്ട് ഇല്ല, നോ കറണ്ട്. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? കറണ്ട് ഫ്ലോ ഉള്ളത്. ഓക്കെ, അപ്പം ഷോർട്ട് സർക്യൂട്ടഡ് ബ്രഷസ് ഉള്ള സ്ഥലത്ത് എന്തില്ല? കറണ്ട് ഇല്ല. ഇപ്പം നിലവിൽ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ്. അതായത് നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ ബ്രഷ് കൊണ്ടുവയ്ക്കുന്നത് അവിടെ കറണ്ട് 0 ആയിരിക്കണം. അതാണ് GNAയിൽ വെക്കുമ്പോൾ GNAയിൽ 0 ആയത്. ഇവിടെ MNAയിൽ വെക്കുമ്പോൾ MNAയിൽ എന്തായി? 0 ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ബ്രഷിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നു. ഇവിടെ Q ആക്സിസിൽ പ്ലസ് ബ്രഷ് ഉണ്ടായ സാധനം നമ്മൾ എവിടെ കൊണ്ടുവച്ചു? MNAയിൽ വെച്ചു. ഓക്കെ, അപ്പോൾ കറണ്ടിൻ്റെ ഓറിയൻറ്റേഷൻ എന്തായി? മാറി. ഓക്കെ, കറണ്ടിൻ്റെ ഓറിയൻറ്റേഷൻ മാറിയ സ്ഥിതിക്ക് കറണ്ടിൻ്റെ ബ്രഷ് മാറുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, ബ്രഷിൻ്റെ ഷിഫ്റ്റസ് കാരണം കറണ്ട് ഓറിയൻറ്റേഷനാണ് മാറുന്നത്. ബ്രഷിൻ്റെ പർപ്പസ് കറണ്ട് കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ഇങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ ബ്രഷ് ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? കറണ്ടിനെയാണ്. അപ്പോൾ ബ്രഷ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? കറണ്ട് മാറും. അപ്പോൾ ഈ കറണ്ട് മാറുന്നതിനനുസരിച്ച് എന്താണ് മാറുന്നത്? ആർമേച്ചർ റിയാക്ഷനാണ് മാറുന്നത്. ഓക്കെ, ആർമേച്ചർ റിയാക്ഷനാണ് മാറുന്നത്. ഈ ആർമേച്ചർ റിയാക്ഷൻ മാറുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം റിസൾട്ടൻ്റ് MMF എന്ത് ചെയ്യുന്നു? മാറുന്നു. ഓക്കെ, അപ്പോൾ റിസൾട്ടൻ്റ് MMF മാറുന്നു. അപ്പം വാട്ട് ഹാപ്പൻസ് ഈസ്, ഇവിടെ ഇപ്പോൾ സപ്പോസ് ഇതാണ് നിങ്ങളുടെ ഫസ്റ്റത്തെ ഫീൽഡ് ഫ്ലക്സ് എങ്കിൽ, ഇതാണ് നിങ്ങളുടെ ആർമേച്ചർ റിയാക്ഷൻ എങ്കിൽ, ഇതാണ് നിങ്ങളുടെ റിസൾട്ടൻ്റ് ഫ്ലക്സ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ റിസൾട്ടൻ്റ് ഫ്ലക്സ്. ഓക്കെ, ഇനി ഇഫ് സപ്പോസ് യു ആർ, അപ്പോൾ ഇവിടെയുള്ള സമയത്തുള്ള ഈ MNA ഓർക്കുക, ഇതാണ് നിങ്ങളുടെ MNA, ഇനീഷ്യലി ഉണ്ടായിരുന്ന MNA. ഇവിടെയാണ് നിങ്ങൾ ബ്രഷസ് കൊണ്ട് വെച്ചത്. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ടൻറ്റിൽ നിന്നൊരു മാറ്റം, അതായത് അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രഷ് ഷിഫ്റ്റ് ചെയ്യുന്നത്, ബ്രഷ് ഷിഫ്റ്റ് നമ്മൾ ചെറിയ രീതിയിലൊന്ന് മാറ്റുന്നു. അപ്പോൾ മാറ്റുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഈസ് നിങ്ങളുടെ ഫീൽഡ് ഫ്ലക്സിലും ചെറിയൊരു മാറ്റം സംഭവിക്കും. ഫീൽഡ് ഫ്ലക്സിൻ്റെ ഫിഗർ അല്ലെങ്കിൽ ഫീൽഡ് ഫ്ലക്സിലുണ്ടാകുന്ന മാറ്റം കാരണം ഇത് കുറച്ച് മാറിയെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ പുതിയ FR കിട്ടുക. ദിസ് വിൽ ബി യുവർ പുതിയ FR. ഈ പുതിയ FR കാരണം ഇത് ഓൾറെഡി ഇവിടെ GNA ഉണ്ട്, ഇവിടെ GNA ഉണ്ട്. ഇത് ആദ്യത്തെ ആംഗിൾ തീറ്റ വന്നാന്ന് വിചാരിക്കും. നിങ്ങൾ പിന്നെയും ബ്രഷിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്, അഗെയിൻ ഫീൽഡ് മാറും. ഫീൽഡ് മാറുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു MNA ആക്സിസിലായിരിക്കും. ഇത് MNA 2 എന്ന് എന്തെങ്കിലും വിളിക്കാം. അപ്പോൾ ഇവിടെ പിന്നെ ഒരു ആംഗിൾ വന്നു, ശരിയല്ല? അപ്പോൾ ഇവിടെ പുതിയ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് ആദ്യം നമ്മുടെ ഈ ആർമേച്ചർ റിയാക്ഷൻ ഇതായിരുന്നു. ഈ വരച്ചിരിക്കുന്ന സാധനം മൊത്തം പറഞ്ഞതിൽ ചെറിയൊരു കാര്യമുണ്ട്. ഇത് വരച്ചിരിക്കുന്നത് GNA ആക്സിസിൽ ബ്രഷ് ആയിരിക്കുമ്പോഴുള്ള സംഭവമാണ്. MNA ആക്സിസിലാകുമ്പോഴും ഇത് FFഉം ഇവിടെയാണ് ആർമേച്ചർ റിയാക്ഷൻ വരിക. ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്. ഇവിടെയാണ് ആർമേച്ചർ റിയാക്ഷൻ വരിക. ഇതാണ് FAR. ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്നതൊക്കെ GNA ആക്സിസിൽ ബ്രഷ് വരുമ്പോൾ ഉള്ളതാണ്. ഇവിടെ ഇപ്പോൾ വരച്ചിരിക്കുന്നത് MNA ആക്സിസിൽ ബ്രഷ് വരുമ്പോൾ MNA ആക്സിസിൻ്റെ അലോങ് ആയിട്ടാണ് നിങ്ങൾക്ക് ആർമേച്ചർ റിയാക്ഷൻ വരിക. അപ്പോൾ ആ ആർമേച്ചർ റിയാക്ഷന് വിത്ത് റെസ്പെക്റ്റ് ഉള്ള ഗ്രാഫാണ് ഞാൻ ഈ പിങ്ക് കളറിൽ വരയ്ക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടെ നിന്ന് വരുന്നു, ഈ റിസൾട്ടൻ്റ് വരുന്നു. ഓക്കെ, ആ ഗ്രാഫിൽ നമ്മൾ ഒന്നും കൂടി നമ്മൾ ബ്രഷ് ഷിഫ്റ്റ് നടത്തുവാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഈസ് MNA 2 വരും. അതാണ് ഞാനിവിടെ പുതിയതായിട്ട് വരയ്ക്കുന്ന FAR 2-. ഇത് FAR 1- എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം തീറ്റ ഉണ്ടായത്, പിന്നെ അത് തീറ്റ 2 ആയി. ഓക്കെ, അപ്പം നമ്മളിതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ആക്ച്വലി നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് ആർമേച്ചർ റിയാക്ഷനെ നമുക്ക് എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. അതിനുള്ള പരിപാടികൾ നടത്താൻ പറ്റുമോ നോക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രഷുകളെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ആർമേച്ചർ റിയാക്ഷനെ കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം
നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമ്മളിങ്ങനെ ബ്രഷ് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്താ പ്രശ്നം വരാൻ നോക്കാം. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ റിസൾട്ടൻ്റ് ബ്രഷ് അഗെയിൻ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അതായത് ഇവിടെ θ1 ആണെങ്കിൽ ഇങ്ങനെ വന്നേക്ക്, θ2 ആണെങ്കിൽ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, മനസ്സിലാക്കുന്ന കാര്യം ബ്രഷ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ബ്രഷസ് ക്യാൻ നെവർ ലൈ ഓൺ MNA ബ്രഷിന് ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ബ്രഷിൽ ലൈ ചെയ്യും തോറും ഇതിങ്ങനെ ഷിഫ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഷിഫ്റ്റിംഗ് നടത്തിക്കൊണ്ട് മാത്രമല്ല അവിടെ നോൺ സീറോ വോൾട്ടേജ് ഉള്ളതുകൊണ്ട് സ്പാർക്കിംഗ് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഒരു പ്രശ്നം. അതുകൊണ്ട് ബ്രഷസിന് ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കുക ഈ MNA ലൈ ചെയ്യാൻ പറ്റില്ല, അവിടെ സ്പാർക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആർമേച്ചർ റിയാക്ഷൻ ഇങ്ങനെ കുറഞ്ഞു വരിക ചെയ്യുക, അതൊരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മൾ ആക്ച്വലി ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് പറയുന്നത്. ഓക്കെ, അതായത് മാഗ്നറ്റൈസേഷൻ കുറഞ്ഞു വരികയാണ്, പിന്നെയും കുറയുക ചെയ്യുന്നത് ബ്രഷ് ഷിഫ്റ്റ് വരുമ്പോൾ. ഓക്കെ, അപ്പം ഇതൊരു ചെറിയ മെഷീനുകൾക്ക് ഇതൊരു പ്രശ്നമല്ല. പക്ഷേ വലിയ മെഷീനുകൾക്ക് പോകുമ്പോൾ ഇതൊന്നൊരു നല്ല പ്രാക്ടീസ് അല്ല. അപ്പോൾ ബ്രഷുകൾ ഇങ്ങനെ വെക്കാനും പറ്റുന്നില്ല, ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് വരുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരിക, എന്താ ഇത് FF ആണെങ്കിൽ ഇത് ഓൾറെഡി നമ്മുടെ ഉള്ള ഏത് ക്രോസ് മാഗ്നറ്റൈസിങ്, ഈ എഫക്റ്റിനെ ക്രോസ് മാഗ്നറ്റൈസിങ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ കിട്ടിയത് ഏതാണ്, ഇതാ ഇവിടെ ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് FAD എന്ന് പറയുന്നു. ഇതാണ് നമ്മുടെ അതിൻ്റെ റിസൾട്ട്. ഓക്കെ, ഈ റിസൾട്ടാണ് എന്ത്, ആർമേച്ചർ റിയാക്ഷൻ. ഓക്കെ, ഈ റിസൾട്ടാണ് ആർമേച്ചർ റിയാക്ഷൻ. അപ്പോൾ ആദ്യം ക്രോസ് മാഗ്നറ്റൈസിങ് ആണ് ഉണ്ടായത്, പിന്നെ അത് പിന്നെ ഏതും കൂടി ഉണ്ടായി, കുറച്ച് പാർട്ട് ബ്രഷ് ഷിഫ്റ്റ് കഴിഞ്ഞപ്പോൾ ഡീമാഗ്നറ്റൈസിങ് കൂടി വന്നു. ക്ലിയർ? അപ്പം നമ്മുടെ റിസൾട്ട് തന്നെ എങ്ങനെ വരിക, ഇവിടെ ആദ്യം FF മാത്രമാണ് ഉണ്ടായത്, പിന്നെ ഇവിടെ FADയും കൂടി ഇങ്ങോട്ടേക്ക് വന്നു. ക്ലിയർ? ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് FF വന്നു, ഇവിടെ ആരുണ്ടായിരുന്നു ഓൾറെഡി ക്രോസ് മാഗ്നറ്റൈസിങ് ഉണ്ട്. അപ്പോൾ രണ്ട് എഫക്റ്റുകൾ വരും, ക്രോസ് മാഗ്നറ്റൈസിങ്ങും വരും, അതുപോലെ തന്നെ ഡീമാഗ്നറ്റൈസിങ്ങും വരും. ഓക്കെ, അപ്പം ഈ ഡീമാഗ്നറ്റൈസിങ്ങിന് ക്രോസ് മാഗ്നറ്റൈസിൻ്റെ MMFൻ്റെ ഇക്വേഷൻ നമ്മൾ അറിയണം. അത് നമുക്ക് ഡയറക്റ്റ്ലി പഠിക്കാം, അതായിരിക്കും നല്ലത്. ഞാൻ അതിൻ്റെ പ്രൂഫിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ആ രണ്ട് MMF, രണ്ട് ഡീമാഗ്നറ്റൈസിങ് MMF AT പെർ പൂൾ എന്ന് പറയാം. MMF ആണല്ലോ AT. അപ്പോൾ ഡീമാഗ്നറ്റൈസിങ് MMFൻ്റെയും ക്രോസ് മാഗ്നറ്റിക് MMFൻ്റെയും ഇക്വേഷനുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ MMF ഓഫ് ഡീമാഗ്നറ്റൈസിങ് ഈക്വൽ ടു you will be getting 2θ/180 into IA/A into Z/2P. ഓക്കെ, ഇനി ക്രോസ് മാഗ്നറ്റൈസിങ് AT per pole, F cross magnetizing equal to 180 minus 2θ, 180 minus 2θ/180 into IA/A into Z/2P. ഇതാണ് നിങ്ങളുടെ രണ്ട് ഇക്വേഷൻ. അപ്പോൾ ഈ രണ്ട് മാഗ്നറ്റൈസിങ്ങിൻ്റെ എഫക്റ്റ് കാരണം വരുന്ന ഒരു സാധനമാണിത്. ക്ലിയർ? അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും നോക്കുക. അപ്പം നമ്മളിവിടുത്തെ കൺക്ലൂഷൻ ഇതാണ്, നിങ്ങൾ ആദ്യം ഒരു ഷിഫ്റ്റ് ചെയ്തു ബ്രഷിന് ആംഗിൾ θ. അപ്പോൾ ആർമേച്ചർ ഒരു θ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ആ θ ആദ്യം 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാ സാധനം ഡീമാഗ്നറ്റൈസിങ് ഇല്ല, എല്ലാം ക്രോസ് മാഗ്നറ്റൈസിങ് തന്നെ ആയിരുന്നു. ഇനി ഒരു ആംഗിൾ θ വെച്ച് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് രണ്ട് കമ്പോണൻസ് കിട്ടും. ആ രണ്ട് കമ്പോണൻസാണ് ഡീമാഗ്നറ്റൈസിങ് കമ്പോണൻറ്റും അതുപോലെ ക്രോസ് മാഗ്നറ്റൈസിങ് കമ്പോണൻറ്റും. ഓക്കെ, ഈ ബ്രഷുകൾ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ദീസ് ബ്രഷസ് ആർ ഷിഫ്റ്റഡ്. എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഷിഫ്റ്റഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ്, അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്, ഇൻ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ഏതിൻ്റെ റൊട്ടേഷൻ ഓഫ് ജനറേറ്റർ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് മോട്ടർ. ഓപ്പറേഷൻ ടു റൊട്ടേഷൻ ഓഫ് മോട്ടർ. ഓക്കെ, ഇത് നമ്മൾ നേരെ തിരിച്ച് നമ്മൾ ഓപ്പോസിറ്റ് പോൾസിലാണുള്ളതെന്ന് വിചാരിക്കും. അത് ഓപ്പോസിറ്റ് പോൾസ് ഇൻ ദ സെൻസ് ഇത് ഇവിടെ FF ആണെങ്കിൽ ഇത് Q, ഇത് D ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ
നമ്മൾ ബ്രഷുകൾ ഇവിടെ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിക്കുക, ഇവിടെ. ഓക്കെ, നമ്മൾ ബ്രഷുകൾ ഇവിടെ കൊണ്ടുപോയി നേരെ ഓപ്പോസിറ്റ് MN എവിടെ ഉണ്ടായിരുന്നോ അതിന് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ ഈ FAD ഇവിടെ ഉണ്ടാവുക, ഇതാണ് നിങ്ങളുടെ FA6, ഇതാണ് നിങ്ങളുടെ FAQ. FAQ എന്ന് പറയുന്നത് ക്രോസ് മാഗ്നറ്റൈസിങ്, D എന്ന് പറഞ്ഞാൽ ഡിമാഗ്നറ്റൈസിങ്, AR എന്ന് പറഞ്ഞാൽ ആർമേച്ചർ റിയാക്ഷൻ. ഇത് MMFൻ്റെ നേരെയാണ്. ആർമേച്ചർ റിയാക്ഷൻ എപ്പോഴും MMFൻ്റെ നേരെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബ്രഷസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ഇഫ് ദ ബ്രഷസ് ആർ ഷിഫ്റ്റഡ് ഓപ്പോസിറ്റ് ടു ജനറേറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടും അതുപോലെ സെയിം ഡയറക്ഷൻ ആസ് മോട്ടറും ആണെങ്കിൽ, and if in the same direction of the motor, then a part of armature MMF is എന്താവെന്ന് പറഞ്ഞാൽ ഒരെണ്ണം ക്രോസ് മാഗ്നറ്റൈസിങ് തന്നെയായിരിക്കും, ഒരെണ്ണം എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി മാഗ്നറ്റൈസിങ്, നിങ്ങളുടെ ആർമേച്ചർ മാഗ്നറ്റൈസിങ്. ഓക്കെ, നിങ്ങളുടെ ബ്രഷുകൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ശരിക്കും ബ്രഷസ് എങ്ങനെയാണ് റൊട്ടേഷൻ നടത്തുന്നത്, ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജനറേറ്ററും ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് നമ്മുടെ മോട്ടറുമാണ്. ഇനി അങ്ങനെയല്ല ഇതുപോലെയാണ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതെന്താ വരിക, ക്രോസ് മാഗ്നറ്റൈസിങ് വരും, ഡിമാഗ്നറ്റൈസിങ്ങും വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് മാഗ്നറ്റൈസിങ്ങും ഡിമാഗ്നറ്റൈസിങ്ങും വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഡിമാഗ്നറ്റൈസിങ് മാത്രമല്ല, ഇങ്ങനെ ബ്രഷുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാഗ്നറ്റൈസിങ് കിട്ടും. പക്ഷേ ഇങ്ങനെ ബ്രഷ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഷിഫ്റ്റിങ് വളരെ ചെറുതാണ്, അത് നിങ്ങൾക്ക് MN ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണുള്ളത്. നമ്മുടെ ആർമേച്ചർ MMF ഒക്കെ എപ്പോഴും ആർമേച്ചർ കറണ്ടിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആർമേച്ചർ MMF ആർമേച്ചർ കറണ്ടിനല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കറണ്ട് മാറാന്ന് വെച്ചാൽ ലോഡ് മാറിക്കൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോഡ് മാറുന്നതിനനുസരിച്ച് നമുക്ക് ബ്രഷ് ഷിഫ്റ്റ് മാറണം. അപ്പോൾ ഇതൊന്നും അത്ര നമ്മൾ റണ്ണിങ് മെഷീനിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീനിൽ ഇതൊന്നും അത്ര ഫീസിബിളായ മെത്തേഡ്സ് അല്ല. അപ്പം നമ്മൾ ബ്രഷ് ഷിഫ്റ്റിങ് അത്ര വലിയൊരു മെത്തേഡല്ല. നമ്മൾ ഇതിന് പകരം ആർമേച്ചർ റിയാക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പ്ലാൻ നടത്തണം. അങ്ങനെയാണ് നമ്മൾ പുതിയ 2 കൺസെപ്റ്റ് വരുന്നത്. അതൊക്കെ ഇൻ്റർ പൂളുകളും അതുപോലെ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങുകളും കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ സ്മോൾ മെഷീനാണെങ്കിൽ ഈ ബ്രഷ് ഷിഫ്റ്റിംഗ് ഒക്കെ ഉപയോഗിച്ചാൽ മതി. പക്ഷേ ലാർജ് മെഷീനാകുമ്പോൾ നമ്മൾ ഈ ഇതിലേക്ക് വരണം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഓരോ MNA ഷിഫ്റ്റിനും ഓരോ പുതിയ റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരോ പുതിയ റിസൾട്ട് കിട്ടലൊന്നും നമുക്ക് റൺ ചെയ്യുന്ന മെഷീൻ, ഓടിക്കൊണ്ടിരിക്കുന്ന മെഷീനിൽ പോസിബിൾ ആവില്ല. അപ്പോൾ അങ്ങനെ ബ്രഷ് ഷിഫ്റ്റിംഗ് ഒരു നല്ല മെത്തേഡല്ല. അതിന് പകരമാണ് നമ്മളിങ്ങനെ അതർ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങും ഇൻ്റർ പൂളുകളും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, എന്താണ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എന്നും എന്താണ് ഇൻ്റർപോൾ വൈൻഡിങ് എന്നും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. അപ്പോൾ ഓർത്ത് വയ്ക്കുക ഇതിൻ്റെ എഫക്ട്സും ഇതിൻ്റെ കാര്യങ്ങളും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർമേച്ചർ റിയാക്ഷൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ 2 കൺസെപ്റ്റുകൾ ഇൻ്റർപോളുകളും കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങും എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം. സോ അത് കഴിഞ്ഞ് നമുക്ക് DC മെഷീൻസ് ഓൾമോസ്റ്റ് നമുക്ക് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഈ 2 കൺസെപ്റ്റുമാണ് പഠിക്കാനുള്ളത്. ഇത് 2 നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ അത്രയാണെന്ന് പറയാനാണ്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.